മന്നത്താചാര്യൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ചട്ടമ്പിസ്വാമിയെ അദ്ദേഹത്തിന്റെ ഗുരുവായി സ്വീകരിച്ചു. നായർ സമുദായത്തിന്റെ ഗുരുവായി. ആ ചട്ടമ്പിസ്വാമി തിരുവടികളെ അവഗണിക്കുന്ന ഒരാളാണ് NS അതിന്റെ പിറപ്പ് തീറിയിരിക്കുന്നത്. ആരാണ് ചട്ടമ്പിസ്വാമി? തിരുവനന്തപുരത്തുള്ള ഏതോ ചട്ടമ്പിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഊച്ചാളി പീസാർക്ക് അങ്ങനല്ലേ തോന്നത്തുള്ളൂ. അടുത്ത് മടി വെച്ചേക്കുന്നുണ്ട്. ഈയിടെ തിരുവനന്തപുരത്തെ യൂണിയൻ പ്രസിഡന്റായ സംഗീത് കുമാറിനെതിരെ ചട്ടമ്പിസ്വാമിയുടെ ജന്മഗ്രഹം ഏറ്റെടുക്കാൻ പോയതിന് 68 കേസിൽ പ്രതിയാക്കിയ ഒരു IPS കാരിയെ പിടിച്ച് മടി വെച്ചേച്ച് പറയുക, എന്റെ TP ശ്രീനിവാസൻ അത്ര പോരാ, പകരം ഇവര് IAS അക്കാഡമി നടത്തും. IAS അക്കാഡമി ഇങ്ങോട്ട് പോയി നമ്മൾ മുന്നോട്ടല്ല പോകുന്നത്. ഒരു IAS അക്കാഡമി തുടങ്ങി, അത് അടച്ചുപൂട്ടി. കാരണം വീട്ടിലാരും IASന് ഫ്രീ ആയിട്ട് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ്. ചായക്കട തുടങ്ങാം, നമുക്ക് പത്മ കഫേ തുടങ്ങാം. മന്നത്ത് പപ്പനാവന് നാണക്കേടില്ല. നായന്മാരെ ചായക്കട നടത്തിയിരുന്നെന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ നടന്നിടത്തോട്ട് കൈപിടിച്ച് ഉയർത്തിയ മന്നത്ത് പപ്പനാവന്റെ പേര് ചായക്കട തുടങ്ങാന്ന് പറഞ്ഞാൽ മന്നത്ത് പപ്പനാവന് നാണക്കേടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം നായർ ഉയരണം, വളരണം, വലിയ നിലയിലെത്താം. ഓമന കുഞ്ഞമ്മയ്ക്ക് വലിയ വിജയം ലഭിച്ചു. പരീക്ഷയിൽ MSc റാങ്ക് കിട്ടി. വനിത ആദ്യമായിട്ട് ഓമന കുഞ്ഞമ്മയെ വിളിച്ചു വരുത്തി ആദരിച്ച ആളാണ് മന്നത്തെ പത്മനാഭൻ. ഒന്ന് ആലോചിക്കണം. വേണമെങ്കിൽ ഓമന കുഞ്ഞമ്മയെ കണ്ടില്ലെന്ന് വെച്ചാൽ പോലെ. അതൊരു നായര. തെക്കുറിശി സുകുമാരൻ നായരുടെ സഹോദരിയായിരുന്ന തിരുവനന്തപുരം കളക്ടറായിരുന്ന ശ്രീമതി IAS കാരിയായിരുന്ന ശ്രീമതി ഓമന കുഞ്ഞമ്മയ്ക്ക് ആദ്യമായി MScക്ക് റാങ്ക് കിട്ടുമ്പോൾ അവരെ ആദരിക്കാൻ ആദ്യമെത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഇവിടെ സോമനാഥ് നായരല്ലയോ ISROയുടെ ചെയർമാനായി. കണ്ട ഭാവം നടിച്ചു. വൈക്കം കരയോഗം അദ്ദേഹത്തിനെ അനുമോദിച്ചു എന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വൈക്കം കരയോഗം ആദ്യം കയറി സോമനാഥനെ അംഗീകരിച്ചു. അതുകൊണ്ട് അയാൾ ഇവിടെ കയറ്റത്തില്ല. ചേർത്തല താലൂക്ക് യൂണിയനിലെ സജീവ പ്രവർത്തകനായ ഒരു കരയോഗം പ്രസിഡന്റിന്റെ മകനായിരുന്നു സോമനാഥ്. കരയോഗം പ്രസിഡന്റ് മോനാ. പക്ഷേ വൈക്കം താലൂക്ക് യൂണിയൻ സോമനാഥനെ അനുമോദിച്ചുകൊണ്ട് പ്രമേയം പാസാക്കി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. സോമനാഥനെ ഇവിടെ കയറ്റത്തില്ല. ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ ആരാ? പത്തനാപുരത്തുകാരനാ, ഒരു നായരാ, കരയോഗത്തിൽ അംഗമാ. കണ്ടതായിട്ട് നടിച്ചു. മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് പോയി. മോഹൻലാലിനെ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി. സ്വാഭാവികമല്ലേ? മോഹൻലാലിനെ പോലെ വലിയ ആക്ടർ വരുമ്പോൾ എല്ലാ സമുദായക്കാരും ചെറുപ്പക്കാരും. അപ്പൊ ഈ മോഹൻലാൽ വരുന്നറിഞ്ഞപ്പോ തന്നെ വീട്ടിൽ മന്നത്തിന്റെ ജയന്തിക്ക് പോവാത്ത പിള്ളേരും കൂടെ കയറി വണ്ടിക്കകത്ത്. അമ്മ ഞാനും വരുന്നു, മോഹൻലാലിനെ കാണണം. തെറ്റു പറയാൻ പറ്റൂ? കുഞ്ഞുങ്ങളല്ലേ, വരണ്ടെന്ന് പറയാൻ പറ്റൂ? കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും ഇളക്കമായി. മോഹൻലാലിനെ പോലെ ഒരു 10-20 വയസ്സുള്ളപ്പോൾ അങ്ങ് അഭിനയം തുടങ്ങിയാൽ പോരായിരുന്നു. എന്തിനാ അവിടെ ഇരുന്ന് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നേ? എന്നാ പിന്നെ മോഹൻലാലിനെ പോലെ ആളുകൾ കാണാൻ വേണ്ടി തിക്കി തിരക്കിയൊക്കെ വന്നേനല്ലോ. ഈയിടെ തടവി കിടന്നിരുന്ന പണിക്കർ സാറിന്റെ ഒരു ബന്ധുവാണ് ഈ നന്ദ ഗോവിന്ദോ, ഭജനമുണ്ടല്ലോ, നന്ദഗോവിന്ദ ഭജന നടത്ത പയ്യൻ. അതറിയാതെ വിളിച്ചോണ്ട് വന്നു. രാവിലെ 9:30 ഭജന വെച്ചു. അപ്പൊ പറഞ്ഞ് കൂടെ പാടാൻ സമ്മതിക്കത്തില്ല ഇവിടെ. അല്ല, അവരെ ഭജന രീതി തന്നെയാണ്. എല്ലാവരും പാടുന്നു, ഓഡിയൻസ് കൂടെ പാടുന്നു. ഇതാണ് അവരുടെ രീതി. അവിടെ പറ്റൂല. പണിക്കരുടെ ബന്ധു, ആരാണ് പണിക്കരുടെ ബന്ധു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവളെ കയറ്റൂലായിരുന്നു. പിന്നെ അറിഞ്ഞ്. പക്ഷെ എന്തോ 9:30 പാട്ട് തുടങ്ങി, 10:30 പാട്ട് നിർത്തിച്ച്. പാട്ട് കളിച്ചിട്ട് പന്തലി നോക്കുമ്പോൾ ആരും പന്തലില്ല. പാട്ട് കേൾക്കാനായിരുന്നു ആൾക്കാർ വന്നേ. അവരെല്ലാം ഊണ് കഴിക്കാൻ പോയി, അതുവഴി വീട്ടിലോട്ടും പോയി. കാരണം മന്നം ജയന്തിക്ക് പ്രസംഗിക്കാൻ വന്നവർ പറഞ്ഞ എന്തോന്നാ, പറഞ്ഞവർക്ക് മനസ്സിലായില്ല, പാടിയവർക്കും മനസ്സിലായില്ല. അവരവരെ കാര്യം പറഞ്ഞിട്ട് പോയി. ഞാൻ മഹാകവിയാണ്, ഞാൻ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അവർ പാടുന്നു. ഈ വക ഗോഷ്ഠികളാണ് നമ്മൾ കാണുന്നത്. ഒരു ആചാര്യന്റെ മറവിൽ, ആചാര്യന്റെ തണലിൽ നിന്നുകൊണ്ട് എല്ലാ ആചാര്യന്റെ കറവില്ല. ഞാൻ ആലോചിച്ചു, എന്റെ അച്ഛൻ മരിക്കാനും പറഞ്ഞായിരുന്നു ഈ ആചാര്യനും പുള്ളിയായിട്ട് കണ്ടുപോലും കാണത്തില്ല. ചീത്ത വല്ലതും വിളിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ മുമ്പിലോട്ട് പോയിട്ടില്ലടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്ടോ പറഞ്ഞത്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സാറ് ഇരിക്കുന്ന സമയത്ത് വാതിൽ, സ്പ്രിങ് വെച്ച വാതിലുണ്ട്, പോലീസ് സ്റ്റേഷനിലൊക്കെ വെച്ച സ്പ്രിങ് വെച്ച പഴയ വാതിൽ. ഇപ്പൊ അങ്ങനത്തെ വാതിലില്ല. ഇപ്പൊ അങ്ങനല്ല. ഇപ്പം ഞാനൊരു നടൻ കൂടി ആയതുകൊണ്ട് അത് കാണിച്ചു തരാൻ പോകുന്നത് ശരിയല്ല. ഇപ്പൊ നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇവിടെ ഒരാൾ വന്നത്, ഇപ്പൊ നമ്മൾ പൂച്ച കറി വന്നാൽ പോലും അറിയും. എന്താ പൂച്ച എന്താ ഇവിടെ? ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്ന കേട്ടു. ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പൊ നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു കഴിഞ്ഞു. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലെ ഒരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നല്ല. പോയി കണ്ട പിന്നെ തലയുറി, പേനിന്റെ അസുഖം. പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന മാന്യനെ നോക്കത്തില്ല. അപ്പൊ ഇരിക്കരുത് അയാള്. എനിക്കുള്ള കുഴപ്പം, ഞാൻ ഇരുന്ന് കളയും. കാരണം ആരെ മോനാ ഇരിക്കും, ഞാനിരിക്കും. അപ്പം പിന്നെ അവിടെ ഇവിടേക്ക് നോക്കും, മുഖത്ത് നോക്കും. പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്തെ നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുക. ഉദാഹരണമാണേ,
ഒരു മണി അടിക്കും, ഉടനെ ആള് വെളിയിൽ നിന്ന് വരും. സൂപ്പറുണ്ട് പോയോ? ഏഴ് മണിയായി, ഇനി ഏത് താലൂക്ക് യൂണിയനാ പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യയ്ക്ക് 7 മണിക്കാണ് പിരിച്ചുവിടുന്നത് കേട്ടോ. 7 മണി 8 മണി 12 മണിക്കൊക്കെയാണ് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നത് രാത്രി. ഇത് തന്നെ പരിപാടി. എന്നാൽ ഇരിക്കാൻ പറയൂ, ചായ കൊടുക്കാൻ പറയും, പിന്നെ കുറച്ചു നേരം കഴിയാൻ പറയും ചായ കൊടു. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുള്ളൂ. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നല്ലേ. മന്നത്ത് ആചാര്യന്റെ കൊച്ചുമക്കളൊന്നും പോയി കാണത്തില്ല, കാരണം നാണം കിടണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. കാരണം അത് സത്യമല്ലയോ? അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഈയിടെ പറഞ്ഞ ഒരു കമന്റ് ഇന്നലെ എന്നോട് മണിക്കൂട്ടം പറഞ്ഞു. കമ്പനി ആക്ടിന് പ്രകാരമുള്ള പോരാട്ടമൊക്കെ നടക്കട്ടെ, പക്ഷെ മന്നത്ത് ആചാര്യന്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാവേണ്ടത്. അത് പൊതു സ്വത്താണ്, അതിനുവേണ്ടി പോരാടണം എന്ന് പറഞ്ഞു. വളരെ ശരി. ഞാനിപ്പോ എനിക്കും പറയാനുള്ള അതേ ഉള്ളൂ. മന്നത്ത് ആചാര്യനെ സമൂഹത്തിന്റെ ഉന്നതിയിലെ ജനങ്ങൾക്ക് കാണാൻ ലോകത്ത് എവിടെയുമുള്ള നായർ, വേറെ ഇത് മണ്ടത്തറയില് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡൽഹി നായരും ബോംബെ നായരും ഒന്നുമില്ല. മന്നത്ത് ആചാര്യൻ ഇത് രജിസ്റ്റർ ചെയ്ത ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അന്ന് ഇന്ത്യൻ കമ്പനി ആക്ടേ ഉള്ളൂ. ഇന്ത്യൻ കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് അവിടെ കിടപ്പുണ്ടത്, രജിസ്റ്റർ ചെയ്തായിട്ട്. റിട്ടേൺ ഒന്നും കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ ആ ആക്ട് പ്രകാരം ഡൽഹിയിലുള്ള നായർക്ക് ഇതിനകത്ത് കാര്യമുണ്ട്. ഇന്ത്യ മുഴുവൻ വന്ന ബ്രിട്ടീഷുകാരത് ഒറ്റതേ ഉള്ളൂ. പിന്നെ കേരളം രൂപീകരിച്ചെന്ന അതിനുശേഷമല്ലേ കേരളത്തിലെ ആക്ടൊക്കെ വരുന്നത്. ഇതൊക്കെ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. NSSനെതിരെ കേസ് കൊടുക്കുന്നു, NSSനെതിരെ കേസ് കൊടുക്കുന്നു. പലരും എന്നോട് ചോദിച്ചു, ഭൂരിപക്ഷം ഉണ്ടായിട്ടും യൂണിയൻ പിരിച്ചുവിട്ട് നിങ്ങൾ എന്താ കേസ് കൊടുക്കാത്തത്? NSSന് കേസ് കൊടുത്തു, എതിരെ കേസ് കൊടുത്തു എന്നുള്ള ചെയ്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിടാ, NSSന് എതിരെ നിൽക്കരുത്. ഞാൻ NSSനെതിരെ നിൽക്കത്തില്ല. ഞാൻ NSSന്റെ കൂടെ നിൽക്കും, NSSനകത്ത് നിൽക്കും. തെറ്റുകളെ തിരുത്താനുള്ള പോരാട്ടത്തിൽ ആരൊക്കെ രംഗത്തുണ്ടോ അവരോടൊപ്പം ഞാനുണ്ടാവും എന്ന് ഉറപ്പിച്ചു പറയാം. ഈ തെറ്റുകളെ തിരുത്തി തന്നെയാകണം. സ്വജന പക്ഷപാതത്തിനുള്ള സ്ഥലമല്ല നായർ സർവീസ് സൊസൈറ്റി. ഏറ്റവും നായർ സർവീസ് സൊസൈറ്റിയിലെ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകളുടെ മക്കൾക്ക് വേണം സ്കൂളുകളിൽ ജോലി കൊടുക്കാൻ. ഞാൻ 3 വർഷക്കാലത്തിലധികം 4 വർഷത്തോളം എന്റെ പിതാവിന്റെ മരണശേഷം 16 NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിട്ടുണ്ട്. എന്റെ യൂണിയനിലെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമേ 4 ജോലികൾ കൊടുക്കാൻ അവസരം എനിക്ക് തന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ആ 4 ജോലിയും എന്റെ യൂണിയനിലെ ഏറ്റവും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കാണ് കൊടുത്തത് എന്ന അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ആർക്ക് വേണം അന്വേഷിക്കാം. എന്റെ അച്ഛൻ 64 വർഷം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു, NSS ഡയറക്ടർ ആയിരുന്നു. കിടങ്ങൂരിന്റെ കാലം മുതൽ അദ്ദേഹം സജീവമായി എല്ലാ കാര്യത്തിലും ഉണ്ട്, മന്നത്തിന്റെ കാലമുണ്ട്. പക്ഷെ എന്റെ അച്ഛന്റെ ഒരു ബന്ധുവിനെയും അച്ഛൻ NSSൽ കയറ്റിയിട്ടില്ല. അച്ഛന്റെ അനന്തരവരെ സഹോദരിയുടെ മക്കളെയൊക്കെ ജോലിയിൽ കയറ്റിയിട്ടുണ്ട്, കോളേജിൽ പ്രൊഫസറായിട്ടും ഒക്കെ. എവിടെ? ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളിൽ കയറ്റിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കൂർലോസ് തിരുമേനിയുടെ കൊട്ടാരക്കര ഗ്രിഗോറിയസ് കോളേജിൽ അച്ഛന്റെ അനന്തരവനെ ജോലി കയറ്റിയിട്ടുണ്ട്, തിരുമേനിയോട് പറഞ്ഞിട്ട്. പക്ഷെ NSSൽ പറഞ്ഞിട്ട് അച്ഛന്റെ ഒരു മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ബന്ധുക്കൾക്കോ അനന്തരവർക്കോ NSS ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. NSSന്റെ ഒരു പള്ളിക്കൂടത്തിൽ അച്ഛൻ മാനേജ് ചെയ്ത, അച്ഛൻ മാനേജറായി അച്ഛൻ സ്ഥാപിച്ച മന്നം മെമ്മോറിയൽ സ്കൂള് പത്തനാപുരം വിളക്കുടി, അവിടെ ഒരു അച്ഛനെ തന്നെ നിയമിക്കാം, ചങ്ങനാശ്ശേരി ഒന്നും അനുവാദം വേണ്ട. അവിടെ പോലും അച്ഛന്റെ ഒരു ബന്ധുവിനെ നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം, ഈ സ്വജനപക്ഷപാതം നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. അത് ബ്രിഗേഡിയർ പറയും. ബ്രിഗേഡിയർ എന്നെ എന്തിനു പിരിച്ചുവിട്ടു എന്ന്, എന്നെ എന്തിനു യൂണിയൻ പ്രസിഡന്റ് പിരിച്ചുവിട്ടു എന്നുള്ള ബ്രിഗേഡിയറുടെ ഒരു കഥയുണ്ട്. നടന്ന സംഭവം ബ്രിഗേഡിയർ കണ്ട കാര്യമാണ്, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് ബ്രിഗേഡിയർ പറഞ്ഞോളും, അദ്ദേഹം കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്വജനപക്ഷപാതം അതിനെതിരെ നമ്മൾ നിൽക്കണം. അത് അഴിമതിയാണ്. ആ അഴിമതിയാണ് എതിർക്കേണ്ടത്. അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. NSSനെതിരെ കേസ് കൊടുത്തത്, ആദ്യത്തെ കേസ് കൊടുത്താൽ TKG നായർ അല്ല. NSSനെതിരെ കേസ് കൊടുത്ത ആളാരാണെന്ന് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അതൊരു എല്ലാ ക്രമക്കേടും, സാമ്പത്തിക ക്രമക്കേടുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്വജനപക്ഷപാതം എന്ന ക്രമക്കേട് അതൊരു അഴിമതി, അഴിമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഇന്നും TV തുറന്നാൽ ഇപ്പോഴും പറയാൻ മന്ത്രി ബന്ധുവിനെ നിയമിച്ചു. ഇത് മാധ്യമങ്ങൾ എടുത്തു കാണിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ അഴിമതിയായി കാണിക്കുന്ന സ്വജനപക്ഷപാതം തന്നെയാണ്.